പഠനകേന്ദ്രം ചെയർമാൻ ശ്രീ AC ജോർജ്, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, സദസ്സിലിരിക്കുന്ന പഠനകേന്ദ്രം സുഹൃത്തുക്കൾ, യുക്തിവാദ പഠനകേന്ദ്രം അതിൻ്റെ 3ാം വാർഷികം ആഘോഷിച്ചുകൊണ്ട് 4ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ വർഷത്തെ ആദ്യത്തെ പരിപാടിയാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടും വളരെയേറെ പ്രാധാന്യമറിയിക്കുന്ന ഒരു വിഷയം തന്നെയാണ് പഠനകേന്ദ്രം തിരഞ്ഞെടുത്തിട്ടുള്ളത്. മതങ്ങൾ സ്വതന്ത്ര ചിന്തകരെ ഭയപ്പെടുന്നത് എന്തുകൊണ്ട്? നമുക്കറിയാം, ഇന്ത്യ എന്ന മതേതര രാജ്യത്ത് ഇന്ന് സ്വതന്ത്രമായി ചിന്തിക്കുവാനോ സ്വതന്ത്രമായി സഞ്ചരിക്കുവാനോ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടുകയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്ത നരേന്ദ്ര ദബോൽക്കർ, ഗോവിന്ദ് പൻസാരെ, കൽബുർഗി തുടങ്ങിയ സ്വതന്ത്ര ചിന്തകരെ നിഷ്കരണം മതഫാസിസ്റ്റുകൾ കൊന്നു തള്ളിയിട്ടും അവരുടെ അടങ്ങാത്ത കലി പ്രൊഫസർ KS ഭഗവാനെ പോലെയുള്ളവരുടെ നേരെ തിരിയുകയും അവർക്ക് നേരെ കൊലവിളി നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കിന്ന് ഇവിടെ കാണാൻ കഴിയുന്നത്. സ്വതന്ത്രമായി സാംസ്കാരിക നായകന്മാർ ഇതിനെതിരെ പല ഭാഗങ്ങളിലും പ്രതിഷേധിച്ചപ്പോഴും കുറ്റവാളികൾക്കെതിരെ മുഖം നോക്കാതെ ശിക്ഷാ നടപടികൾ എടുക്കണമെന്ന ഭരണകൂടം ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുക. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ കൂടി ഒരുപാട് പ്രതിഷേധ സ്വരങ്ങൾ ഉയരുമ്പോഴും കുറ്റവാളികളെ പിടിക്കാനോ അവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകാതെ നമ്മുടെ കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഒരു വിവാദ പ്രസ്താവന ഇറക്കിയേക്കാണ്. നിങ്ങളെല്ലാവരും അത് കേട്ടിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വതന്ത്രമായി എഴുതാൻ കഴിയാത്ത സാംസ്കാരിക നായകന്മാർ അവരുടെ എഴുത്ത് നിർത്തട്ടെ. ഇതാണോ ഒരു കേന്ദ്രമന്ത്രി പറയേണ്ടിയിരുന്നത്? നമ്മൾ എന്ത് ചിന്തിക്കണം, എന്ത് എഴുതണം, ഏതുതരം വസ്ത്രം ധരിക്കണം, എന്ത് ഭക്ഷിക്കണം, ഇതൊക്കെ തീരുമാനിക്കാൻ മതഫാസിസ്റ്റ് വർഗീയ ശക്തികൾ ഇന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്നവരുടെ ഇടയിലേക്ക് വർഗീയ വിഷം, നാവെന്ന് ചെറിഞ്ഞുകൊണ്ട് വർഗീയ വിഷം കുത്തിവെച്ച് സോറി എന്ന പഞ്ഞുകൊണ്ട് അവർ തൂത്തുകളയാണ്. ഓരോ വിവാദങ്ങൾ ഉയർത്തിവിട്ടുകൊണ്ടും പിന്നീട് അതിനുശേഷം ഒരു സോറി പറഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ പ്രസ്താവന മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിനെ എന്ത് പറയാ തീരെ ഒരു ഇതില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവന്നാക്കുകയാണ്. അപ്പൊ ഇതിനെയെല്ലാം കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നമ്മുടെ അതിഥികൾ കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കടമ. ആദ്യമായി നമ്മളുടെ ഈ ചർച്ച ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് സിസ്റ്റർ ജസ്മിയാണ്. അദ്ദേഹം ഒരു എഴുത്തുകാരിയും കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ കൂടിയാണ്. മാതാപിതാക്കൾ നേർച്ച നേർന്നതിന്റെ ഫലമായിട്ട് സന്യാസ വേഷം സ്വീകരിക്കുകയും അവിടെ നിന്നുകൊണ്ട് മതത്തിനെതിരെ പോരാടുകയും മതത്തിലുള്ള അഴിമതിയും അനീതിക്കും എതിരെ പടവെട്ടിക്കൊണ്ട് അവരുടെ തൂലികയിലൂടെ ഇവരെ അഴിമതി തുറന്നു കാണിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മതപുരോഹിതന്മാരുടെ കൊള്ളരുതായ്മകളെ തുറന്നു കാണിച്ചതുകൊണ്ട് 2008 സന്യാസ ജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് സന്യാസ വേഷം അഴിച്ചു വെച്ചുകൊണ്ട് സഭയ്ക്ക് പുറത്തു പോന്നിട്ടുള്ള വ്യക്തിയാണ്. സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് അവർക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളിൽ അദ്ദേഹം ആമേൻ എന്ന അവരുടെ ആത്മകഥയിലൂടെ പുറം ലോകത്തെ അറിയിച്ചിട്ടുണ്ട്. ഇത് വിവിധ ഭാഷകൾ, ഇംഗ്ലീഷ് അടക്കം വിവിധ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീട് കുറേ പുസ്തകങ്ങളും കവിതാ ലേഖനങ്ങളൊക്കെ സിസ്റ്റർ എഴുതിയിട്ടുണ്ട്.
അപ്പൊ അവരെ ഈ ചർച്ച ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി പഠന കേന്ദ്രത്തിന്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യണം. അടുത്തതായിട്ട് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് നമുക്കെല്ലാം സുപരിചിതനായ ശ്രീ NM പിയേഴ്സൺ മാഷാണ്. അദ്ദേഹം ഒരു ഇടതുപക്ഷ ചിന്തകനും രാഷ്ട്രീയ നിരീക്ഷകനും അതിലുപരി ഒരു സാമൂഹിക പ്രവർത്തനം കൂടിയാണ്. പഠന കേന്ദ്രത്തിന്റെ ഒരു പരിപാടിയിൽ അദ്ദേഹത്തെ ക്ഷണിച്ചു കഴിഞ്ഞാൽ തിരക്കൊന്നുമില്ലെങ്കിൽ രണ്ടാമതൊരു വട്ടം ആലോചിക്കാതെ അദ്ദേഹം ഈ പരിപാടിക്ക് വരാമെന്ന് ഏൽക്കുകയാണുള്ളത്. ഇതിക്ക് മുമ്പും അദ്ദേഹം പഠന കേന്ദ്രത്തിന്റെ പല പരിപാടികളിലും അതിഥിയായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അടുത്തതായി ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് ഞങ്ങളുടെ നാട്ടുകാരിയായ ഡോക്ടർ അജി സി പണിക്കരാണ്. ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. അടുത്തതായി ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് പള്ളിപ്പുറം മുരളി സാർ, ഡോക്ടർ പള്ളിപ്പുറം മുരളി സാറാണ്. അദ്ദേഹം നമ്മളുടെ ഒരു സഹയാത്രികൻ കൂടിയാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യണം. അടുത്തതായി സദസ്സിലിരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങളുടെ ഊർജം. നിങ്ങളെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യണം. പുരോഗമനവാദികളും മതമില്ലാത്ത ജീവനുകളും വളരെ ആശങ്കയോടുകൂടി ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഈ വർത്തമാനകാലം. എന്തുകൊണ്ടാണെന്ന് സ്വാഗത പ്രസംഗ ചൂണ്ടിക്കാണിച്ചത് നമ്മുടെ രാജ്യത്ത് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സംസാരിക്കുന്ന ആരെയും പ്രായഭേദമന്യേ അവസാനം കൊല്ലപ്പെട്ട പ്രശസ്ത കന്നഡ സാഹിത്യകാരൻ കൽബുർഗി 77 വയസ്സും അദ്ദേഹം പ്രഭാത ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ വന്ന് വിളിക്കുകയും ആരാണെന്ന് നോക്കുവാൻ വേണ്ടിയിട്ട് വന്ന് വാതിൽ തുറന്ന് നോക്കിയ സമയത്താണ് അദ്ദേഹത്തിനെതിരെ വെടിവെക്കുകയും ചെയ്തത്. അപ്പൊ പ്രായം അവർക്കൊരു പ്രശ്നമല്ല. ഇതിനു മുന്നേ ഉണ്ടായ സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളത് തന്നെയാണ്. എന്നൊരു ശ്രദ്ധയിൽപ്പെടുത്തി പോകണം. 2013 നരേന്ദ്ര ദബോൾക്കർ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ യുക്തിവാദിയും അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല് നിയമസഭയിൽ പാസ്സാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്തിരുന്ന വൃദ്ധനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ രാവിലെയുള്ള സഞ്ചാരം, അദ്ദേഹത്തിന്റെ എക്സസൈസിന് വേണ്ടിയിട്ട് അദ്ദേഹം നടക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് വെടിവെച്ച് കൊല്ലുന്നത്. അതിനുശേഷം ഗോവിന്ദ പൻസാരെ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ, അദ്ദേഹവും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്റെ രചനയിലൂടെ സംസാരത്തിലൂടെ പ്രതികരിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേരിൽ ചുമത്തപ്പെട്ട കുറ്റം. അദ്ദേഹത്തെയും നിഷ്കരണം, കാരണം വെടിവെച്ച് കൊല്ലുകയുണ്ടായി. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമാണ്, ഈ കാലഘട്ടത്തിൽ പുരോഗമനവാദിയായ ആളുകൾ, എഴുത്തുകാർ അല്ലെങ്കിൽ അവരുടെ രചന എന്തുമായിക്കട്ടെ, നാടകമോ സിനിമയോ, ഏത് മേഖലയിൽപ്പെട്ട് പുരോഗമനപരമായി ചിന്തിക്കുന്ന, എഴുതുന്ന, പ്രവർത്തിക്കുന്ന, സംസാരിക്കുന്ന ആരെയും നാളെ ഒരു സമയത്തേക്ക് ഞങ്ങൾ പറയുന്നതിനെതിരാണ്, ആശയപരമായി ഞങ്ങളോട് സംസാരിച്ച് നിൽക്കാൻ നിങ്ങൾക്ക് പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ നിറവേച്ച് കൊല്ലുകയാണ്, വെടിവെച്ച് കൊല്ലുകയാണ്. ഈ ഒരു കാര്യം കുറച്ച് നാളുകളായിട്ട് തുടർന്നു. തൊട്ട് 2015 തന്നെ ഒരു സംഭവം ഉള്ള ഇതാണ്. തമിഴ്നാട്ടിലെ പെരുമാൾ മുരുകൻ, നമുക്ക് ഏവർക്കും അറിവുള്ള കാര്യമാണ്. അദ്ദേഹം ഇവരോട് പടപെട്ടി അദ്ദേഹത്തിന്റെ ആ ഒരു എഴുത്ത് നിർത്തൽ ഒരു സമൂഹത്തിന് അത്യാവശ്യമായി വേണ്ടിവരുന്ന രചനകൾ നടത്തിക്കൊണ്ടിരുന്ന
ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്, അദ്ദേഹത്തിന് അങ്ങനെ വിളിക്കാം. അദ്ദേഹത്തിന്റെ രചന നിർത്തരുത്, ഞാൻ എന്റെ പണി അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തരുത്. തുടർന്ന് ഇപ്പൊ ഏറ്റവും അവസാനമാണ് ഡോക്ടർ കെ.എസ്. ഭഗവാൻ. അദ്ദേഹത്തിന് ഈ അടുത്ത സമയത്ത് ഒട്ടനവധി അവാർഡുകളും സ്വീകരണങ്ങളും കൊടുത്ത് കേരളീയ ജനത അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ഇപ്പോ വളരെ ഭീതിയോടെ ആണെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള അല്ലെങ്കിൽ അദ്ദേഹം എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ ഉറക്കെ തുറന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിന്റെ മുഖാമുഖം കഴിയുകയാണ്. ഇതും നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം, പുരോഗമനവാദികൾ അല്ലെങ്കിൽ മതമില്ലാത്തവർ, ദൈവമില്ലാത്തവർ ജീവിക്കാൻ ഇവിടെ അർഹരാണോ എന്നൊരു ചോദ്യമാണ് അവരുന്നയിക്കുന്നത്. ഒരു മതരാഷ്ട്രമായ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ഒക്കെ ആണെങ്കിൽ ഇത് കുഴപ്പമില്ല. ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതരാഷ്ട്രമല്ല, മതേതര രാഷ്ട്രമാണ്. അതൊരു മതരാഷ്ട്രമാക്കി മാറ്റുവാൻ ഈ വർഗീയ ഫാസിസ്റ്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലാണ് നമ്മൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രതിഷേധ യോഗങ്ങൾ, ചർച്ചകൾ, സെമിനാറുകൾ എന്നിവ സംഘടിപ്പിക്കുന്നത്. 2012 ക്രിസ്ത്യൻ മതവുമായിട്ട് ഒരു പ്രശ്നമുണ്ടായിട്ടാണ് പ്രശസ്ത യുക്തിവാദിയായ സണ്ണിടമറുകൾ അദ്ദേഹം ഈ രാജ്യമേ വിട്ടു പോകേണ്ടി വന്നു. ഇപ്പൊ 2015 ഒക്ടോബർ മാസമായിട്ട് പോലും അദ്ദേഹം തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല. ഇത് ഒരു കാര്യം. മുസ്ലിം തീവ്രവാദികളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രകോപനമാണ് ജോസഫ് സാറിന്റെ ഒരു കൈ തന്നെ വെട്ടി കളയാൻ. അത് മതം പരാജയപ്പെട്ടിരുന്നത് ശാസ്ത്രം വിജയിക്കുകയും അദ്ദേഹത്തിന്റെ കൈ തുന്നിച്ചേർക്കുകയും അദ്ദേഹം ഇപ്പൊ ആ കൈ കൊണ്ട് മുൻപ് ചെയ്തിരുന്ന പോലെ അല്ലെങ്കിലും അതിനടുത്തുള്ള കാര്യങ്ങൾ എഴുതുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. കാരണം അനവധി ആളുകൾ ഈ മതപരമായ അല്ലെങ്കിൽ ജാതിപരമായ ഈ പറയുന്ന കാര്യങ്ങളിൽപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വിവേചനം കണ്ടുകൊണ്ട്, ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞ സിസ്റ്റർ ജസ്മിന്റെ കാര്യം പറഞ്ഞു. സിസ്റ്റർ ജസ്മി ഒരു ദൈവവിശ്വാസിയാണ്. എന്നിട്ട് പോലും ഈ നന്മ ചെയ്താൽ സ്വർഗത്തിൽ പോകും എന്ന് പറയുന്ന ക്രിസ്ത്യൻ പഠിപ്പിക്കുന്ന ആ ഒരു മതമേലധ്യക്ഷന്മാര് സിസ്റ്റർ ജസ്മിയോട് ചെയ്തിട്ടുള്ള ക്രൂരകൃത്യങ്ങള് അവരെഴുതിയിട്ടുള്ള ആ പുസ്തകം വായിച്ചാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. അവരുടെ അത് പ്രതിപാദിക്കുന്നേ കരുതുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങള് ചെയ്യുമ്പോ വളരെ പുരോഗമനമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അതുപോലെ ഒരു പറ്റം ആളുകളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന യുക്തിവാദ പഠന കേന്ദ്രം എന്ന സംഘടനയ്ക്ക് രണ്ട് കൈയിൽ നോക്കി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. പൊതുസമൂഹത്തിന്റെ, രാജ്യത്തെ അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഒരു ശ്രദ്ധ ഇതിലേക്ക് ആകർഷിക്കുവാനും അതുപരി ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞാൽ തന്നെ ഒരു കാര്യം പറയാം. ഇപ്പോ ഏറ്റവും അവസാനം വന്ന് നിൽക്കുന്ന ഒരു കാര്യം ബീഫസ്റ്റ് വരെ വന്ന് നിൽക്കുകയാണ്. സംഭവങ്ങൾ ഞങ്ങൾ എന്ത് സമൂഹം അല്ലെങ്കിൽ സമൂഹത്തിലെ ജനങ്ങൾ എന്ത് ഭക്ഷിക്കണം, എന്ത് എഴുതണം, എന്ത് വസ്ത്രം കൊടുക്കണം, എന്ത് പറയണം, ആർക്ക് വോട്ട് ചെയ്യണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് കാലഘട്ടം കൊണ്ടെത്തിക്കുകയാണ്. അല്ലെങ്കിൽ അവരോട് പറയിപ്പിക്കുകയാണ്. അതിന് ഭീതിപ്പെടുത്തലാവാം, കൊലപാതകമാവാം, അതല്ലെങ്കിൽ ഏത് മാർഗം, ആ മാർഗങ്ങൾ എന്തുമായാലും പ്രശ്നമില്ല. അവർക്ക് അവരുടെ കാര്യം നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഈ വിഷയം ചർച്ച ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തൃശ്ശൂരിൽ എത്തിച്ചേർന്ന സിസ്റ്റർ ജസ്റ്റിയെ വളരെ സ്നേഹപൂർവ്വം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മതം സ്വതന്ത്ര ചിന്തകരെ ഭയപ്പെടുന്നത് എന്തുകൊണ്ട്? വളരെ പ്രസക്തമായ ഒരു ചോദ്യം. നമ്മൾ അവരെയല്ല ഭയക്കുന്നത്, അവർ നമ്മളെയാണ് ഭയക്കുന്നത്. ഞാൻ പലയിടത്തും ചോദിച്ചതാണ്, എന്തിനാണ് ഈ പള്ളിക്കാർ ഈ പാവം സിസ്റ്റർ ജസ്റ്റിയെ ഭയപ്പെടുന്നത് എന്ന് ഞാൻ ചിലപ്പോൾ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്, ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്. അതിന് അഹങ്കാരം കൊണ്ടല്ല, എനിക്ക് അത്ഭുതം തോന്നിയിട്ടാണ്. ഞാനൊരു ഒറ്റത്തടി ഇറങ്ങിപ്പോന്നത്, എനിക്ക് ആയുധബലമോ സംഘബലമോ സംഘടനാ ബലമോ ഒന്നുമില്ല. അവർ ഇത്ര സംഘടിത ശക്തി, എന്നാലും അവർക്ക് എന്നെ ഭയമുള്ളതായി പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എൻ്റെ കാര്യങ്ങൾ കുറച്ച്
കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. പൊതുവായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട്, ഈ മതത്തിന്റെ അടിസ്ഥാനം ഭയം ആണ് എന്ന് എന്നേക്കാൾ മുൻപിൽ നിന്ന് തിരിച്ചറിഞ്ഞവരാണ്. എങ്ങനെയാണ് ദൈവങ്ങൾ ഉണ്ടായത്, എങ്ങനെയാണ് മതങ്ങൾ ഉണ്ടായത്? ഞാൻ യുക്തിവാദി അല്ല എന്ന് പറയുമ്പോഴും ഇൻ എസൻസ് ഞാനും ഒരു യുക്തിവാദി അല്ലേ ചിലപ്പോൾ ചിന്തിച്ചു പോകും. ഈ പരമ്പരാഗതമായി ശീലിച്ചതുകൊണ്ട് വിശ്വാസി എന്ന് പറയുന്നതാണ്. സത്യത്തിൽ മനസ്സാണ് നമ്മുടെ ശക്തി. ആ മനസ്സിനെ ചിലർ അള്ളാഹ് വിളിക്കുന്നു, ചിലർ കൃഷ്ണാന്ന് വിളിക്കുന്നു, ഗുരുവായൂരപ്പാന്ന് വിളിക്കുന്നു, ചിലർ ഈശോയെ മാതാവെ എന്നൊക്കെ വിളിക്കുന്നു. ഇത് അകത്തുള്ള നമ്മുടെ ഉള്ളിലുള്ള മനസ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത്. ബോധമില്ലാതെ പുറത്തേക്ക് ഒക്കെ വിളിച്ചു പോവുകയാണ്. ഒരു രൂപവും ഭാവവും വേണമെന്ന് മനുഷ്യരായി നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ്. ഞാൻ ശീലിച്ചു പോയി ചെറുപ്പത്തിലെ. അപ്പോൾ ഒരു ഈശോയുടെ രൂപം മനസ്സിൽ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു രൂപത്തിന്റെ മുന്നിൽ ചെന്നു. ഇങ്ങനെയൊക്കെ ഒരു ശീലമുള്ളത് കൊണ്ട് വിശ്വാസി എന്ന് പറഞ്ഞു പോകുന്നതാണ്. സത്യത്തിൽ മനസ്സിന്റെ ശക്തിയാണ് വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിലേക്ക് ഓരോ ദിവസവും ആഴപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. സത്യം പറഞ്ഞാൽ കുർബാന കണ്ടിട്ട് ഒരുപാട് കാലമായി, ഉപസാരിച്ചിട്ട് അതിലേറെ കാലമായി, കൊന്ത ചൊല്ലിയിട്ട് ചിലപ്പോൾ എനിക്കൊരു പേര് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു പ്രാവശ്യം കൊന്തേ തുടങ്ങി. അപ്പോൾ ഒരു രഹസ്യം ഞാൻ ചൊല്ലണം എന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥനായെന്ന് തുടങ്ങുമ്പോൾ എന്നെ ഈശോയെ രക്ഷിക്കുന്നത് ഇത് അവസാന മേഖല എത്തണേ. കാരണം ഞാൻ ചൊല്ലാറില്ല, അതുകൊണ്ട് മറന്നുപോയൊരു സംശയം. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ. എന്ന് വെച്ചിട്ട് ഞാൻ ദൈവവിശ്വാസി അല്ല എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഞാൻ ആ ഈശോയുടെ കൂടെ ചരിക്കുകയാണ്. എന്നോട് പ്രാർത്ഥനാ സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും 24 മണിക്കൂർ. പിന്നെ എപ്പോഴാണ് സിസ്റ്റർ ഒഴിവ്? മരിച്ചു കഴിഞ്ഞ് ശവപ്പെട്ടിയിൽ എടുക്കുമ്പോൾ കുറച്ച് മണിക്കൂറുകൾ ചിലപ്പോൾ ഒഴിവുണ്ടായിരിക്കും. അപ്പോൾ വേണമെങ്കിൽ വന്ന് നിങ്ങൾ സംസാരിക്കുകയും കാണുകയും ചിന്തോനിക്കുകയും എന്താ ചെയ്തേക്കുള്ളൂ. എന്ന് വെച്ചാൽ എൻ്റെ സമയം എൻ്റെ അല്ല ഇപ്പോൾ. എന്ന് വെച്ചിട്ട് എല്ലാ സമയവും പ്രവർത്തനം നിലവിലൊന്നുമല്ല. ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ ഫ്ലാറ്റിലുണ്ടാവും ജോലികളും എൻ്റെതായ ജോലികൾ ചെയ്തിട്ട്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ 2 ബെഡ്റൂമുള്ള ഫ്ലാറ്റ് മുഴുവൻ അടിച്ചു തുടങ്ങിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കുക്കിങ്. ഇപ്പോൾ ചായ ഉണ്ടാക്കാനൊക്കെ കടന്നുള്ളൂ. ഇന്നലെ ഒരു വയസ്സുള്ള കുട്ടിയെ കൊണ്ടുവന്ന് അവിടെ ഭക്ഷണം കൊടുത്തപ്പോഴേക്ക് ഭക്ഷണത്തിന് പറ്റികൾ പോയി. ഞാൻ അവിടെ വിഷമിച്ചു. അമ്മ നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ രാത്രിയോ 12-ക്കോ പുലർച്ചെ 3 മണിക്കോ ഒക്കെ എനിക്ക് തുടച്ചോളൂ, അപ്പോൾ ഞാൻ തുടച്ചോളാം എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറയാൻ ചിലപ്പോഴും എനിക്ക് എൻ്റെതായ പ്രവൃത്തികളായിരിക്കും, പക്ഷെ എൻ്റെ സമയം എൻ്റെതല്ല. എപ്പോൾ ഫോൺ വന്നോ എപ്പോൾ വിളിച്ചോ ഞാൻ അതിന് ഉത്തരവാദിയാണ്. ഞാൻ പറയും അതാ വരുന്നു എന്ന് പറയും. അതുകൊണ്ട് എനിക്ക് ഫ്രീ ടൈം എപ്പോഴാണെന്ന് ചോദിച്ചാൽ എനിക്കത് അറിയില്ല എപ്പോഴാണ്. കാരണം ഈ സമൂഹത്തിന്റെ ആവശ്യമനുസരിച്ചാണ് എൻ്റെ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷെ അതിനൊരു സുഖമാണ് കേട്ടോ. പ്രോഫ്റ്റ് നോക്കാതെയുള്ള ജീവിതമാണിപ്പോൾ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതൊന്നല്ല പറയുന്നത്, ജോലി ചെയ്തതൊന്നുമല്ല. ഒരു സുഖം ജീവിക്കുമ്പോൾ പ്രോഫ്റ്റ് നോക്കണ്ട. ഒരു പാതിര 3 മണി അല്ല പാതിര 12 മണിക്കോ പുലർച്ചെ 3 മണിക്കോ എണീറ്റിട്ട് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ പോകും, നമ്മളെ അച്ചുവാരി തുടക്കാൻ പോകും. ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. സമയത്തിനും പുലർച്ചെ 3 മണിക്ക് സാമ്പാർ ഉണ്ടാക്കരുതെന്നൊന്നും ഒരിക്കലും നിയമമൊന്നും എനിക്ക് വെച്ചിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ അതൊക്കെ പറയുമെന്ന് അറിയില്ല കേട്ടോ. ഇതിലേക്ക് പോയാൽ അതൊക്കെ മറ്റുള്ളവർ നിശ്ചയിക്കേണ്ട കാര്യമാണ്. സ്വാതന്ത്ര്യം 101% ആസ്വദിക്കുന്ന ഒരു സ്ത്രീയെ ഒരു പക്ഷേ ഈ ഭൂമിയിൽ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ. അത് ഞാനാണ്. 101% സ്വാതന്ത്ര്യം ആസ്വദിക്കുന്ന ഒരു സ്ത്രീ. ഞാൻ എന്നെ ഇലക്ഷന് നിൽക്കാൻ വേണ്ടിയപ്പോൾ ഞാൻ പറയുകയും എന്റെ സാറേ 33 കൊല്ലം കുപ്പിയിൽ അടപ്പിട്ടിരുന്നു, ഈ കുപ്പിയിൽ അടപ്പിട്ട തെറിച്ചു പോകും സാറ്. ഞാൻ സ്വാതന്ത്ര്യം ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു സ്ത്രീ സ്വാതന്ത്ര്യം ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ പ്രചാരത്തില്ല. പുരുഷന്മാർക്ക് വരെ പൂർണ്ണമായ സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ പറ്റുന്നില്ല. പൂച്ചകളെ കണ്ടെത്തുന്നത് മതങ്ങളാണ്. അവര് അനുഭവിച്ച ആസ്വദിച്ച ആ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറില്ല. അന്ന് ഉണ്ടാക്കിയ കഥകളൊക്കെ ആയി മതസംഹിതയായി ഉറപ്പായി എല്ലാ മനുഷ്യരും വിശ്വസിച്ചിട്ടുള്ളത് മതചരിത്രമാണെന്ന് വിശ്വസിച്ച് കുറെ കഴുത ജനങ്ങൾ ഇങ്ങനെ നടക്കാറുണ്ട്. ഈ ഭയം അടിസ്ഥാനമാക്കി തുടങ്ങിയ ദൈവങ്ങളും മതങ്ങളും നിലനിർത്തണമെങ്കിൽ ഭയം സംജാതമാക്കിയേ പറ്റും. ഭയം നിലനിർത്തിയേ പറ്റും. ഇവർക്ക് നിലനിൽക്കണമെങ്കിൽ ഭയം നിലനിൽക്കണം. അപ്പോ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്? സ്വതന്ത്ര ചിന്തകരെ. സ്വതന്ത്ര ചിന്തകർക്ക് ഭയമില്ല.
അപ്പോൾ അവർ മതത്തിൽ നിന്നും ദൈവങ്ങളിൽ നിന്നും അകലും, അവർ ചോദ്യം ചെയ്യും, പ്രശ്നമായി. അപ്പൊ കുറെ കഴുതുകൾ നടക്കണമല്ലോ, അവരും ഇവരുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു പോയാൽ നഷ്ടക്കച്ചവടമല്ലേ. അപ്പൊ ഭയം നിലനിർത്തണം. അത് ഏറ്റവും കൂടുതൽ അവർ ആരെ ഭയക്കുന്നു? ഭയമില്ലാത്തവരെ ഭയക്കുന്നു. കാരണം അവർക്ക് പിന്നെ നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് ഈ ഭയം നിലനിർത്താൻ ഏറ്റവും നല്ല ഇടപാടാണ് അടിമകളാക്കുക. ഇത് കൈരളിയിലൊരു സെൽഫി പ്രോഗ്രാമിൽ ഞാൻ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു. ഭാഗ്യലക്ഷ്മി അവതാരികയായിട്ട് പുറത്തു വന്ന ഒരച്ഛനും പുറത്തൊരു കന്യാസ്ത്രീയും കല്യാണം കഴിച്ച് അവരുടെ പുറകിലുണ്ടായിരുന്നു. വീണ്ടും ഒരു പേരോ അതുപോലെ തന്നെ കന്യാസ്ത്രീ കഴിച്ചു. അപ്പോൾ അധികം സിസ്റ്റേഴ്സിനോടാണ് ചോദിച്ചിരുന്നത്. എന്നോടും സിസ്റ്റേഴ്സിനോടൊക്കെയാണ് എങ്ങനെയായിരുന്നു നിങ്ങളുടെ അടിമത്ത ജീവിതം. അപ്പൊ അവർക്ക് വളരെ നന്നായി ഷെയർ ചെയ്തായിരുന്നു. അത്ഭുതം തോന്നി എനിക്ക്. ഞാൻ ആമയോട് തുറന്നു എഴുതി എന്ന് പറഞ്ഞ് പലരും കുറ്റം പറഞ്ഞെങ്കിലും തുറന്നു പറയാൻ പിന്നെയും വലിയ ആളുകളുണ്ട് എന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ശക്തി തോന്നി. അതില് അച്ഛന്മാരോട് ചോദിക്കുമ്പോൾ അവർക്ക് ഒന്നും സംസാരിക്കാൻ തന്നെ തോന്നുന്നില്ല. എന്നാലൊരു അച്ഛൻ, അതായത് പുറത്തു വന്നൊരച്ഛൻ, വിവാഹം ചെയ്തൊരച്ഛൻ പറയുകയാണ്, അപ്പോഴേക്ക് അടിമകളെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ അടിമകളെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഈ അടിമത്വമാണ് മതങ്ങളുടെ ഉള്ളിൽ അവർ പ്രയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം. എങ്ങനെയാണ് അടിമകളാക്കാൻ കഴിയുക? ഭയം ജനിപ്പിക്കരുത്. എന്താണ് നരകം? ഞങ്ങളുടെ ക്രിസ്ത്യാനികളുടെ ഭാഷയിൽ ഞാൻ പറയുന്നു പിശാച്, ശാപം, പിന്നെന്താണ് ദുരിതം. ഇപ്പൊ എനിക്ക് ഞാൻ ഒരു ഫാബ്രിക്സിലെ എൻ്റെ കൂട്ടുകാരിയെ കാത്തിരിക്കുകയായിരുന്നു. അവൾ അവിടെയാണ് വന്ന് ബസ് ഇറങ്ങുക. അപ്പൊ ഒരു പുരുഷനും സ്ത്രീയും ഇവരുടെയൊക്കെ കൂട്ടത്തിലുള്ളതാണെന്ന് തോന്നുന്നത്. അവർ വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താ സിസ്റ്റർ ഇവിടെ ഇരിക്കണേ? ഞാൻ കൂട്ടുകാരി കാത്തിരിക്കുക. സിസ്റ്ററെ കുട്ടിക്ക് അത്രയും ശ്രദ്ധിച്ചോളൂ, കാല് വെളിയിൽ വീഴാൻ പോലും പാടില്ലാട്ടോ. നമ്മൾ വീണാൻ സഭ നോക്കിയിരിക്കുകയാണ്. അവര് പറയും ദൈവകോപം വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു ബിഷപ്പ് വീണാലോ? അത് ദൈവാനുഗ്രഹം, അത് ദൈവകൃപ. ബിഷപ്പും മതവും കന്യാസ്ത്രീക്ക് വീണാൽ ദൈവകൃപ, പുറത്തു വന്ന് ഞാൻ വീണാൽ അത് ദൈവശാപം. ഇങ്ങനെയല്ലേ വ്യാഖ്യാനിക്കപ്പെടുന്നത്? ഈ ഭയം എന്റെ വീട്ടുകാരെ കൂടി പിടികൂടി വളരെ ദുഃഖത്തോടെ ലജ്ജയോടെ ഞാൻ പറഞ്ഞുകൊണ്ടേ. അങ്ങനെ ആയിരുന്നില്ല എന്റെ വീട്. വളരെ പ്രോഗ്രസീവ് ആയ വീട്. എന്റെ ചേച്ചി ഒരു നായയെ കെട്ടി അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴും വളരെ സ്നേഹത്തോടെ ആ നായരെയും എന്റെ ചേച്ചിയും ഒക്കെ സ്വീകരിച്ച തറവാട് മുഴുവൻ ഞങ്ങൾ ഉപേക്ഷിച്ചപ്പോഴും എന്റെ വീട്ടുകാർ പ്രോഗ്രസീവ് മൈൻഡായി ചെയ്യുക. എന്റെ വീട്ടുകാർക്ക് എന്ത് പറ്റി? ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. മറ്റു വീട്ടുകാരെ എല്ലാവരും പറയും ആ വീട്ടുകാരെ ഉപേക്ഷിക്കും. പക്ഷെ എന്റെ വീട്ടുകാരെ ആയിരുന്നില്ല. എന്റെ അമ്മയാണ് അവസാനം ഞാൻ ഡൽഹിയിൽ ആയിരുന്നപ്പോൾ ഫോൺ വിളിച്ച് പറഞ്ഞത്, മോളെ എന്റെ അമ്മമാർക്ക് അത്ര ധൈര്യം പോരാ, നീ കൂട്ടുകാരെ കൂട്ടിയിട്ട് ഇറങ്ങാൻ നോക്കും പുറത്തേക്ക് എന്ന് പറഞ്ഞ എന്റെ അമ്മ പെട്ടെന്ന് എന്നെ മാറി. ഈ ഭയമാണ് നരകം, വിഷാദി, കോപം, പാപം, ഇതൊക്കെ കാര്യങ്ങളൊക്കെ അവരെ പേടിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു അമ്മ പേടിക്കേണ്ട, ഏതായാലും ഞാൻ സ്വർഗത്തിൽ പോകുന്ന എനിക്ക് ഉറപ്പാണ്. നിങ്ങളൊക്കെ അങ്ങനെ എനിക്ക് പോകട്ടോ. എനിക്ക് പറയാൻ പേടി. അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, എനിക്ക് അവരുടെ സഹതാപമാണ് തോന്നുന്നത്. അടിമകളായി ജീവിക്കുന്നതിന്റെ വിഷമം. ഈ മതങ്ങള് കൂടുപോലെ ഉണ്ടാകാൻ തുടങ്ങിയപ്പോഴും നല്ല ജനം, നന്മയുള്ള ജനം അത് അനുവദിച്ചു. എന്തുകൊണ്ടാണ് ഈ മതങ്ങൾ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുമ്പോൾ ജനം അനുവദിച്ചത്? എന്തുകൊണ്ടാണ്? നന്മ വരും എന്നുള്ള പ്രത്യാശയുണ്ട്. നന്മ വരും എന്നുള്ള പ്രത്യാശയുണ്ട്. ഞാൻ ഇപ്പോഴും പറയും, ഇപ്പൊ ക്രിസ്തീയ സഭയെ കുറിച്ചാണെങ്കിൽ പറയും എല്ലാ മതങ്ങളും കുട്ടികളെ, ഞാൻ നിങ്ങളെ പോലെ യുക്തിവാദികളെ പോലെ അക്കാലത്ത് ഞാൻ വിഭിന്നയാണ്. ഞാൻ പറയും കുട്ടികളെ നമസ്കാരം പഠിപ്പിച്ചോട്ടെ, പൊതുവെല്ലാം പഠിപ്പിച്ചോട്ടെ, കുർബാനെല്ലാം പറഞ്ഞോട്ടെ, അമ്പലത്തിൽ പോകാൻ പറഞ്ഞോട്ടെ, നിസ്കാരം പഠിപ്പിച്ചോട്ടെ. കാരണം ജനിച്ചു വീഴുന്ന കുട്ടിക്ക് യുക്തിചിന്തയൊന്നും വളർന്നു വരില്ല. അപ്പൊ കുറച്ച് വാല്യൂസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കണം. അവർ വലുതായി വന്നിട്ട് ചിന്തിക്കാൻ പ്രാപ്തരാകുമ്പോഴാണ് അവർക്ക് ഫ്രീഡം കൊടുക്കേണ്ടത്. അതുപോലെ ചെറിയ ചെറിയ ചിട്ടകളും ട്രെയിനിങ്ങുകളും ശരിയായ വിധത്തിൽ, തെറ്റായ വിധത്തിലല്ല. മറ്റേ മതസ്ഥരെ വെറുക്കാൻ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ മാത്രമാണ് സത്യങ്ങളും. നമ്മൾ ഈ തമാശ ഈ മത സൗഹാർദ്ദ കൂട്ടായ്മയിൽ വരുന്നവരൊക്കെ പറയുന്നത് എല്ലാ മതങ്ങളും നല്ല തന്നെയാണ്, എല്ലാ മതങ്ങളും
ഞാൻ പറയുമ്പോൾ എന്താ വിചാരിക്കുന്നത്, ക്രിസ്തുവാണ് ഏകലോകരക്ഷകൻ. എല്ലാ മതങ്ങളും നല്ലതാണ്, അവരൊക്കെ അവസാന ക്രിസ്ത്യാനികളായിട്ട് അവർ സ്വർഗത്തിൽ, അവരുടെ ഉള്ളിലിരിപ്പാണ്. അപ്പൊ ഇസ്ലാം മതം മുസ്ലിമാണെന്ന് പറയുന്നെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താ? എല്ലാവരും അള്ളാഹുവിന്റെ മക്കളാണ്, എല്ലാവരും മുസ്ലിങ്ങളാണെന്ന് ഒരു കാലം വരും, എല്ലാവരും കൂടി രക്ഷപ്പെടും. അപ്പൊ ഹിന്ദുക്കൾക്ക് എന്താ വിചാരിക്കുന്നത്? അവർക്ക് തന്നെയായിരിക്കും എല്ലാവരും രാമന്റെ മക്കളാണ്, ഭാരതന്റെ അല്ലെങ്കിൽ രാമന്റെ. എങ്ങനെയുണ്ട്? ഞാൻ എന്നോട് ഇന്നലെ ഓട്ടോറിക്ഷയിൽ നിൽക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, രാത്രി എന്നെ കൊണ്ടുവന്ന കൂട്ടത്തിൽ പറഞ്ഞു, മോഡി ഭയങ്കര സാധനം ഉണ്ടാവും. ഞാൻ പറഞ്ഞു, മോഡിനെ മോഡിയാക്കിയത് ആരാ? നമ്മളൊക്കെ തന്നെയാണ്. ഈ ഹിന്ദുക്കള് അത്ര പ്രശ്നക്കാരനായിരുന്നില്ല, അവർ മതസഹിഷ്ണുതയുള്ളവരായിരുന്നു. ക്രിസ്ത്യാനികളെയും മുസ്ലിംസിനെയൊക്കെ വളരാൻ അവര് ആദ്യ കാര്യങ്ങൾ അനുവദിച്ചു. നമ്മളാണ് ഇപ്പോൾ കള്ളത്തരത്തിൽ മുസ്ലിംസും ക്രിസ്ത്യൻസും വിരുദ്ധരായിട്ട് ഏതെങ്കിലും റോഡ്, സെന്റ് ക്രിസ്റ്റഫർ റോഡ്, കർമ്മല നഗർ എന്നൊക്കെ പേര് തുടങ്ങി. പിന്നീട് ഹിന്ദുക്കൾക്ക് ബുദ്ധി ഉദിച്ചു, അവരിപ്പോ ശക്തൻ നഗർ, ശിവപ്പേരൂർ എന്നൊക്കെ അവർ പറയാൻ തുടങ്ങി. ശിവനെയും കൂട്ടിലേക്ക് അവർ തിരിച്ചുകൊണ്ടാൻ തുടങ്ങി. അവരെ വാശി പിടിപ്പിച്ചത് നമ്മളൊക്കെ തന്നെ. എന്നിട്ടിപ്പോ മോഡി ഭയങ്കര സാധനം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോ അന്ന് അവർക്ക് അത്ര വിവരം ഉണ്ടായില്ല, അല്ലെങ്കിൽ കുറച്ച് സഹിഷ്ണുത ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ സമീപത്ത് അവരും ഇങ്ങനെ തോന്നി. ഇവിടെ നമ്മൾ ഈ നന്മ വരും എന്ന് കരുതി അനുവദിച്ചതിന് ഈ റെലിഗാരെ, ഞാൻ ആ വാക്ക് റെലിഗാരെ എന്നുള്ള വാക്കിൽ നിന്നാണ് റിലിജൻ എന്നുള്ള വാക്ക് വന്നത്. റെലിഗാരെ എന്നുള്ള അർത്ഥം ബന്ധം എന്നാണ്. ബന്ധം, എന്ത് ബന്ധം? ദൈവവും മനുഷ്യനും തമ്മിൽ ബന്ധിപ്പിക്കും ഈ മതങ്ങളൊക്കെ. മനുഷ്യനും തമ്മിൽ ബന്ധിപ്പിക്കും. ഇത് വിചാരിച്ചിട്ടാണ് മതങ്ങളെ അനുവദിച്ചത്. ഇന്നത്തെ സ്ഥിതി എന്തൊരു അധോഗതിയാണ്. 7 വർഷമായി ഞാനിത് പറഞ്ഞു തുടങ്ങിയിട്ട്, നിങ്ങൾ അതിനേക്കാൾ വർഷമായി കാര്യം വാർഷികവും 4-5 ആയിട്ടുള്ളെങ്കിലും നിങ്ങൾ സംഘടിതരാകുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇന്ന് ഞാൻ പറയുന്നത് ഏറ്റവും പ്രസക്തി നിങ്ങൾക്കാണ് എന്ന് പറയേണ്ട നിലയിലേക്കാണ് ഈ കേരളവും ഭാരതമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാവരും വിദ്യാർത്ഥികളാകണമെന്നല്ല പറയുന്നത്, ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കുക എന്ന് പറയുന്ന നിങ്ങളുടെ ആ ഒരു വലിയ മുദ്രാവാക്യം ദൈവത്തെ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്തുകൊള്ളട്ടെ, പക്ഷെ അടിമകളാകാതെ ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കുക എന്ന് പറയുന്ന നിങ്ങളുടെ വാക്കുകൾക്ക് പ്രസക്തിയേറുന്നു. പക്ഷെ നിങ്ങൾക്ക് ശക്തി കുറയുന്നുണ്ടോ എന്നാണ് എൻ്റെ പേടി. വർഷങ്ങൾ ചെല്ലുന്നതോറും നിങ്ങളുടെ ശക്തി കുറയരുത്, കൂടണം. ഈ അന്ധവിശ്വാസമാണ് ഒരു വലിയ ആയുധം മതങ്ങളുടെ. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ പറഞ്ഞിപ്പോ എൻ്റെ കലയിലാണ് വന്നിരിക്കുന്നത്. ആരെയാണ് എല്ലാ മതങ്ങളും ആദ്യം പിടികൂടുന്നത്? സ്ത്രീകളെ മാറ്റിയെടുക്കുന്നു. ഞാൻ എല്ലാ സ്ത്രീക്കും ശാക്തീകരണത്തിന് പോകുമ്പോൾ അവരോട് പറയും, എൻ്റെ മക്കളെ, നമ്മൾ മൂലമാണ് ഇത് തുടങ്ങുന്നത്, ഈ അന്ധവിശ്വാസങ്ങളുടെ അടിമയാകുന്നത്. അത് ഗുരുവായൂർ അമ്പലത്തിലായാലും മറ്റു പള്ളികളിലായാലും ഒക്കെ സ്ത്രീയാണ് ആദ്യം വരുന്ന് പറയുന്നത്. നിൽക്കുന്നവർ എനിക്ക് പോകണം. എൻ്റെ നാത്തൂനും അമ്മയും തന്റെ വീട്ടിലുള്ളപ്പോൾ നാത്തൂനെ കർശനായ അവരെ കൊണ്ടുപോയി എനിക്ക് പോകണം. നമ്മൾ പറഞ്ഞു, പോയിക്കോ, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോളാം. 80 കഴിഞ്ഞതാണ് എൻ്റെ അമ്മ. വലിയ അസുഖമൊന്നുമില്ല, പക്ഷെ നാട്ടിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് പെട്ടെന്ന് അസ്വസ്ഥത വന്നു. അമ്മയ്ക്ക് ഭാഗ്യമില്ല, ഫോണെടുത്ത് നാട്ടിൽ വിളിക്കാൻ പറ്റി. നാട്ടിൽ ഓപ്പറേഷൻ എടുത്ത് പോലെ വന്നു. നാട്ടിൽ നോവേന കൂടിയതുകൊണ്ടാണ് വിശ്വാസം പറയുമായിരിക്കും. അങ്ങനെ അമ്മേനെ ഐസിയിൽ ചേർത്തു. പക്ഷെ ഞാൻ നേരത്തെ ആ ഒരു 3 സെക്കൻഡിൽ അമ്മയ്ക്ക് ഫോൺ വിളിക്കാൻ പറ്റിയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അമിതമായിട്ട് ഈ നോവേനെ കൂടി അങ്ങനെ നോക്കുന്നതാണോ? അതാണ് ശരി, അതാണ് നോവേന. 80 വയസ്സായ തലവയുടെ കൂടെ ഇത്തിരി ബോറടിച്ചിട്ടായാലും ഇരുന്നാൽ നൊവേനയ്ക്ക് കിട്ടുന്ന അവിടെ പോയി കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഇവിടെ കിട്ടും. ദൈവമേ ഇവിടെ വിളിച്ചാൽ കേൾക്കാത്ത ദൈവം ദൈവമല്ല. ഞാൻ എന്റെ സഹോദരന് സഹായം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പള്ളി പോകാൻ പറ്റിയില്ലെങ്കിൽ എന്നെ ക്ഷമിക്കുന്ന ദൈവം ദൈവമല്ല. അങ്ങനൊരു ദൈവം നമുക്ക് വേണ്ട. നമ്മുടെ ജീവിതം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന നല്ലൊരു ഈശ്വരനാണ് ആ ദൈവമെങ്കിൽ നമുക്ക് ആ ദൈവം എവിടെയിരുന്നാലും വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമായി മാറും. ഇവിടെയെങ്കിലും ഇവിടെ വിളിച്ചാൽ ഇതൊക്കെയും അവസാനങ്ങൾ പറയുന്ന മനസ്സിന്റെ ശക്തിയാണ്, എനിക്കറിയാം. എങ്കിലും ശീലത്തിന് ഈശോയെ എന്നൊക്കെ വിളിക്കുന്നു. ഈ സ്ത്രീയെ പിടികൂടി കഴിഞ്ഞ് പതുക്കെ സ്ത്രീ പുരുഷനെ കൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ വരുന്ന പല
സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരെ കൊണ്ടുവരാണ്ടിരിക്കില്ല. കുറേ കാര്യം പറയും. നിങ്ങൾ ഒരിക്കൽ പോലും എന്നെ കൊണ്ടുപോയിട്ടില്ല. എന്നും ഞാൻ കഷ്ടപ്പെട്ട് ട്രെയിൻ കയറി എന്നൊക്കെ പറയുമ്പോൾ ഭർത്താവ് ഒരു ദിവസം കാത്തു വരും. ഈ ഭർത്താക്കന്മാർ ചിലപ്പോൾ എന്നെ കാണാൻ വരാറില്ല. അവർ ഭാര്യയെ അവിടെ ആക്കിയിട്ട് വരും. പിന്നെ ഭാര്യയെ ഒരുക്കി ഒട്ടിച്ചെല്ലും. അവർക്ക് വലിയ താല്പര്യമൊന്നും തുടക്കത്തിലില്ല. കുറെ കഴിയുമ്പോഴും എന്നും ഇങ്ങനെ എന്നെ കാണാൻ വരുന്ന പോലെ അവൻ വേറെ സ്ഥലത്ത് നടക്കാൻ പറ്റുമോ? അവര് ഭാര്യയുടെ കൂടെ നിന്നു. അവരും അമ്പലം ചുറ്റി. കുറച്ച് കഴിയുമ്പോൾ അവർക്കും ഭക്തി ഇറക്കി. പിന്നെ അവരും ഭക്തരായി. പിന്നെ ഭാര്യ പോയില്ലെങ്കിലും ഭർത്താവ് അവിടെ എത്തും. പിന്നെ കുഞ്ഞുങ്ങൾ പറയണം. ചെറുപ്പത്തിലെ എൻ്റെ അമ്മ പറയുകയാണ്, 80 വയസ്സായ അമ്മ, പേരക്കരാമകള് 1.5 വയസ്സാകുമ്പോഴേക്കും മുട്ടുമുക്കി കൈ മുക്കി കല്ലേലൂയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കും പോകും. ആ കുട്ടിയുടെ മുട്ടിന് ഇപ്പോഴേ കേൾക്കാൻ തുടങ്ങും. മിക്കവാറും ക്രിസ്ത്യാനികൾക്കൊക്കെ മുട്ടുവേദനയാണ്. ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ പറയും മുട്ട് തേഞ്ഞു പോയി എന്നാണ് പറയുന്നത്. മുട്ടിൻ്റെ അടുത്ത് എന്ത് തേഞ്ഞു പോയി. അപ്പോൾ എന്താണ് ഈ മുട്ടുകുത്തി? ഞാനൊക്കെ 1.25-1.5 മണിക്കൂർ ഒറ്റ നിൽപ്പിൽ മുട്ടുകുത്തിയില്ല. പള്ളിയില് കന്യാസ്ത്രീ അച്ഛൻ 1 മണിക്കൂർ മുട്ടുകുത്തുന്ന കേട്ടു. പുണ്യാളാന്ന് അച്ഛൻ. അപ്പൊ ഞങ്ങൾ സിസ്റ്റേഴ്സ് വാദിച്ചു. ഞങ്ങൾ 1 മണിക്കൂർ മുട്ടുകുത്തി. അപ്പൊ 1 മണിക്കൂർ 4 പേർക്കൊക്കെ പറ്റി. പറ്റില്ല. 1.25 ആക്കണം, 1.5 ആക്കണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ എന്തെന്നാണ് പറയുക വിദ്യുത്ത പുണ്യപ്രവർത്തികൾ. ഞങ്ങളുടെ ഒരു സിസ്റ്റർ ഇങ്ങനെ പറയാറുണ്ട്, ശ്രദ്ധിക്കാമല്ല പുണ്യങ്ങളെന്ന്. ഒരു സിസ്റ്റത്തിൽ പ്രോഗ്രസ് വഹിച്ചിരിക്കുന്ന സിസ്റ്ററിന്റെ ചില വരികൾ എനിക്ക് ഇഷ്ടമാണ്. അവർക്കും ശ്രദ്ധിക്കാമെന്ന പുണ്യുണ്ട്. ഇതൊക്കെ ഈ ശ്രദ്ധിക്കാമെന്ന പുണ്യങ്ങൾ നമുക്കറിയുന്നത്. അതിൻ്റെ ഉള്ളിൽ എത്ര ജീവിതങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ചിരിച്ച് മതിയാവുമെന്ന് പറയുന്നത് പുണ്യങ്ങൾ പറയും. ഞാൻ പറയാം, എനിക്ക് എന്നെ മെന്റലാക്കിനെ കൊണ്ടുപോകുന്നതാണോ ഞാൻ രക്ഷപ്പെട്ടത്. എന്നെ മെന്റലാക്കാനായിട്ടുള്ള മരുന്ന് ഒരു സിസ്റ്ററോട്, എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിസ്റ്ററോട് കലക്കാൻ പറഞ്ഞാലും ഞാൻ ഭവനെന്ന് പറയുന്നതാണ്. ഞാൻ മനസ്സിൽ ചിന്തിക്കാൻ അവളോട്, നീ ആ രശ്മിക്ക് എന്തായാലും നമ്മൾ മരുന്ന് കൊടുക്കണം, നന്മയ്ക്ക് വേണ്ടിയാണ്, ദൈവേഷ്ടം നിറവേറ്റാനാണ്. അവള് ഇനി ചിന്തിച്ചാൽ ശരിയാവില്ല, അവൾ കൈവിട്ട് പോകും എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞിരുന്നു. ഈ ഒരു കലക്കാൻ പറഞ്ഞാൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കന്യാസ്ത്രീ കരുണയോട് കലക്കും. ദൈവമേ വീട് ഇഷ്ടം നിർത്തട്ടെ എന്ന് പറഞ്ഞ് കലക്കും. ഞാൻ അങ്ങനെ എഴുതിയപ്പോൾ കാര്യം എഴുതി. എന്നോട് അച്ഛൻ ഇറങ്ങുന്ന സമയത്ത് ചോദിച്ചു. അച്ഛനിപ്പോ അസിസ്റ്റന്റ് പ്രൊഫഷണലാണ് ചെയ്യുന്നില്ല. എപ്പോഴെങ്കിലും എല്ലാം കൂടി ചെന്നിട്ടുണ്ടോ? ഇല്ല, സൂക്ഷിച്ചിട്ടുണ്ട്. സമാധാനം. ഈ ഡ്രഗ് കൂടെയാണല്ലോ അസുഖമില്ലാത്ത ഒരാൾക്ക് ഈ മരുന്ന് ചെന്നാല്. അപ്പൊ ഞാൻ പറയാണ്, ഇത് കലക്കുമ്പോഴും ഒന്ന് പറയും ദൈവം നിറവേറട്ടെ. അതാ വിഷം കലക്കുമ്പോഴും പറയും അവിടെ നീ മരിച്ചോട്ടെ, വിഷം കലക്കിക്കോ. നമ്മൾ കണ്ടിട്ട് സിസ്റ്റേഴ്സിന്റെ മരണം തലക്കടിച്ചിട്ട് ഒന്നതയാണെന്ന് ദൈവം കണ്ടു. എന്നാലും സിസ്റ്റേഴ്സ് മരിച്ചല്ലോ. ഒരെണ്ണം മരിച്ചത് പോലും ഇവര് കൊലപാതകമെന്ന് അറിയാതെ പൂച്ചിടൽ കഴിഞ്ഞു. എന്തെന്നാ പറയാ, അതിനുള്ളിൽ നടക്കുന്ന ചില ചാനലുകൾ ഒറ്റപ്പെട്ട സംഭവങ്ങളെ സിസ്റ്റർ പർവ്വതീകരിക്കല്ലേ. പല ചാനലുകളിലും ഏതാണ് ദുഷ്ടലാക്കൂറും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ സിസ്റ്റർ പർവ്വതീകരിച്ച് ഇതിനെ ഒരു വലിയ ശതമാനമാക്കി മാറ്റുകയല്ലേ. ഞാൻ പറഞ്ഞു, എന്റെ മോനെ മൂടി വെച്ച് പുറത്തേക്ക് ഇത്ര വരുന്നുണ്ടെങ്കിൽ എന്തോരം നടത്തുന്നത്. മുടി വെച്ചിട്ട് നീ പുറത്തേക്ക് ഇറങ്ങുന്നതല്ല. കാരണം ആ കുഴിയുന്ന സിസ്റ്ററുടെ ബോഡി പുറത്തെടുക്കേണ്ട ഗതികേട് പറഞ്ഞത് കണ്ടോ ഈ കാലഘട്ടത്തിൽ. ഇതിന് മുമ്പ് എപ്പോഴാണ് കുടിച്ചിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങളൊരു ചേരത്തി തൂങ്ങി നിൽക്കുന്ന ഒരു സിസ്റ്ററുടെ കയറ് മുറിച്ചിട്ടുണ്ട് ധീരതയോടുകൂടി. ആ ചേരത്തി വലിയ ധീരയാണ് ആ മഠത്തിലെ. ആരും അറിയില്ല, മര്യാദയ്ക്ക് എന്നിട്ട് സാധാരണ മരണം പോലെ കുടിച്ചിട്ടു. അങ്ങനെ എത്രയോ പേർ. ഞാൻ ഇറങ്ങിയതിന് ശേഷം ഒരു സിസ്റ്റർ, പ്രായമായ സിസ്റ്റർ ആത്മഹത്യ ചെയ്തു എന്നാണ് ഞാൻ കേട്ടത്. സുഗമ അഴീക്കോട് വെച്ച് ജേർണലിസ്റ്റിനോട് വഴക്കുണ്ടാക്കി. നിങ്ങൾ എന്തുകൊണ്ടത് റിപ്പോർട്ട് ചെയ്തില്ല? എനിക്ക് വളരെ പരിചയമുള്ള സ്നേഹിതനായ ഒരു ജേർണലിസ്റ്റ് എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. അവൻ പറഞ്ഞ ഉത്തരവാണ്, ഞങ്ങൾ എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു, ഏതായാലും പ്രായമായ കന്യാസ്ത്രീ മരിച്ചുപോകട്ടെ, അതിന്റെ മരണം ആത്മഹത്യയാക്കിയിട്ട് പ്രശ്നം നടക്കണം. അവരേതായാലും നോർമലാക്കിയതിനെ കുറിച്ച് അവളാണ് നമുക്ക് ആ വീട്ടുകാരെ ഒന്ന് പ്രശ്നിക്കല്ല എന്ന് ഞങ്ങൾ ഒന്നിച്ച് തീരുമാനമെടുത്ത് റിപ്പോർട്ട് ചെയ്യാതെയാണ് ഞാൻ റീസെർച്ചുണ്ടായ സംഭവം. ഇത്തരം കാര്യങ്ങൾ ധാരാളം ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ ഒരു
ക്രിസ്ത്യാനി എന്നെ ഫോൺ ചെയ്യാനും എഴുത്തെഴുതാനും തുടങ്ങി. തൃശ്ശൂർ ക്രിസ്ത്യൻ താമസിച്ച സ്ഥലങ്ങളിൽ ഞങ്ങൾ സമയം കുറെ കൂടുതലെടുക്കും. നിങ്ങൾ ഇവിടെ എൻ്റെ വീട്ടിൽ വരാട്ടോ, എൻ്റെ മോൻ കാർ കൊണ്ട് വന്ന് സിസ്റ്റർ വീട്ടിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞപ്പോൾ ദേവസ്വനാണ് എന്താണോ ഉദ്ദേശിച്ചത്. മുറിയിൽ കൂട്ടിയിടാനോ ക്ഷേത്ര വരുത്താനോ നമുക്കറിയില്ല. എപ്പോഴും ഞാൻ ഇരട്ടാണ്. അങ്ങനെ അവിടെ ചെന്ന് ഭാര്യ ഒരു പാവം ഗ്രാമീണ സ്ത്രീ എന്റെ സ്നേഹം കൊണ്ട് കൊണ്ടുവരുന്നു. പിന്നെ നിനക്ക് നല്ല സ്നേഹത്തിനോട് പെരുമാറി എനിക്ക് പ്രത്യേക ഒരു മുറി ഒഴിച്ചിട്ട് തന്നു. ഞാൻ നല്ലോണം സൂക്ഷിച്ചിട്ട് രാത്രി നിൽക്കണമെന്നില്ലേ ആലോചിച്ചപ്പോൾ മുറിയൊക്കെ തന്ന് ഏതാണ്ട് ഒരു ലക്ഷണം ഓക്കെ ആയിട്ട് ഞാൻ ശരി പിന്നെ ഞാൻ ഇവിടെ താമസിക്കാൻ വേണ്ടി ദിവസം പോകാൻ തീരുമാനിച്ചു. അവർ കഥ പറഞ്ഞപ്പോഴാണ് പറയുന്നത് അവരുടെ ബന്ധത്തിലുള്ള ഒരു കന്യാസ്ത്രീ പാവപ്പെട്ട കന്യാസ്ത്രീയാണ്, പാവപ്പെട്ട വീട്ടിലാണ്. അതുകൊണ്ട് ഇവർക്ക് കുറച്ചൊരു അറിയുന്ന ബന്ധമാണ്. ആ പെൺകുട്ടിയെ, ആ കന്യാസ്ത്രീയെ ഒരു പുഴയുടെ വക്കിലെ ഡെഡ് ബോഡി മരിച്ചു കിടക്കുന്നത് അറിഞ്ഞ് ഇദ്ദേഹം ഓടി അവിടെ എത്തി. ഇവരെല്ലാം ആംബുലൻസ് കയറ്റി കൊണ്ടുപോയി. ഒന്നും റിപ്പോർട്ട് ചെയ്തില്ല. അപ്പൊ ആര് ചോദിച്ചു, പോലീസിനെ അറിയിക്കല്ലേ ഇതെന്താ ഇവിടെ ബോഡി ഒന്ന് കിടക്കുന്നത്? അപ്പൊ പറഞ്ഞു തനിക്ക് പറ്റുമെങ്കിൽ പാലം അറിയിച്ചോന്നൊക്കെ പറഞ്ഞുണ്ടായി. പാലം പറഞ്ഞത് ഞാൻ ഏറ്റെടുത്തില്ല, ഒന്ന് ഞാൻ പൈസ കൊടുക്കണമെന്ന്. അവർ പാവപ്പെട്ട വീട്ടുകാരാണ്, എന്തിനാണ് അവർക്ക് ഞാനായിട്ടുള്ള പ്രമാണം ഉണ്ടാക്കുന്നത്? പക്ഷെ ഞങ്ങളുടെ മനസ്സിനാ വേദന വരുന്നത്. അതാണ് എന്നെ ഇങ്ങനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് വരുന്നത്. കുറേ ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരൊക്കെ എന്റെ പക്ഷത്തുണ്ട്, അല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നത്. അവർക്ക് മിണ്ടിക്കൂടാ, മിണ്ടാൻ പൊതുവെ ധൈര്യമില്ല, അല്ലെങ്കിൽ മിണ്ടിയാൽ കുടുംബമായി ജീവിക്കുന്നവർക്ക് പറ്റില്ല. ഒരു ദിവസം BSNL ഫോം ഫിൽ ചെയ്യാൻ പോയതാണ്. എന്റെ പേരൊക്കെ ചെയ്യുന്ന ഒരു നമ്പർ ഉള്ളത് ഒരു കോളത്തിൽ. അത് ഫോണിന്റെ നമ്പർ എനിക്കറിയില്ല. അപ്പൊ ഞാൻ ആ ഓഫീസറിന്റെ അടുത്ത് പോയി സാറേ ഈ കോളേജ് ഫിൽ ചെയ്യാൻ അറിയില്ല. സാറിന്റെ ഫോം വാങ്ങിയിട്ട് അകത്തേക്കേ പോയി. ദൈവമേ എന്തൊരു പരിപാടിയാവുമെന്ന് ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന അകത്തിരിക്കുന്ന ഓഫീസർമാരൊക്കെ എനിക്ക് വന്നു. ജസ്റ്റിനെ കാണാനെ വരാൻ വേണ്ടി വിളിച്ചപ്പോൾ കാണാൻ വന്നത്. അപ്പൊ അതിനെന്റെ എനിക്ക് പരിചയമുള്ള ഏറ്റവും സീനിയറായി പഠിച്ച അവളെ കൂടി ഞാൻ കണ്ടു. അപ്പോ അയാള് അപ്പൊ ഒരു ക്രിസ്ത്യാനി വേറെ കസ്റ്റമറായിട്ട് വന്നേക്ക് അയാൾ പറഞ്ഞു സിസ്റ്റർ ജസ്റ്റിനെയാണല്ലേ, ഞങ്ങൾക്കൊന്നും ഇതിനുള്ള ധൈര്യം കേട്ടോ. അപ്പൊ ഈ ഓഫീസർ പറഞ്ഞു ഇപ്പൊ അങ്ങനെ നിങ്ങൾ പറഞ്ഞു കഴിയുന്നത്, നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വരണം, പ്രൊട്ടസ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു സാറേ വലിയ ഉപദേശം ഇപ്പൊ പറയല്ലേ, കാരണം കുടുംബങ്ങൾ ഈ കുടുംബങ്ങളുമായി വേണ്ടി ഭാരം പ്രാരാബ്ദം ഈ കാര്യത്തിൽ പ്രശ്നമാണ്. എത്രയോ പേർക്ക് എതിർക്കാൻ ആളുകളുണ്ട്, പറ്റുന്നില്ല. കാരണം മാമോദീസം നടത്തണം, മറ്റു കല്യാണ കാര്യങ്ങളും. എന്നെ സ്വീകരിക്കാത്തതിന് ഒന്നാമത്തെ കാരണം അവർ പറഞ്ഞത് എന്റെ അനിയത്തിയാണ് ഏറ്റവും ഇടയിൽ പോയിട്ടത്, ഏറ്റവും അനിയത്തി. അവരുടെ കുട്ടികളൊന്നും വെള്ളം തോന്നിട്ടില്ല. അവർ പറയുന്നത് ഞങ്ങൾക്ക് അഡ്മിഷൻ വേണം, ഞങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ ജോലി കാര്യങ്ങൾക്ക് പോകണം, നിങ്ങളുടെയൊക്കെ മക്കൾ വലുതായി ഒരു സ്ഥലത്ത്. ഞാൻ ഏറ്റവും ഇടയിൽ മോളായതുകൊണ്ട് എന്റെ കുട്ടികളൊന്നും ആയിട്ടില്ല. ഈ മെയിൻ ചേച്ചി, എന്റെ മെയിൻ ചേച്ചി എന്ന് വിളിക്കാം, പഴയ പേരിനെയും ഈ മെയിൻ ചേച്ചി ഇങ്ങനെ വെറുതെ ഒപ്പിച്ചു പോന്നാല് ദുരിതം അനുഭവിക്കുന്നത് ഞാനും എന്റെ കുടുംബക്കാരുമാണ്. അതുകൊണ്ട് മെയിൻ ചേച്ചി സ്വീകരിക്കാൻ പറ്റില്ല എന്നോട് കട്ടായം പറഞ്ഞത്. ഇത് കാരണമാണ്, സത്യമാണ്. അങ്ങനെ ഒരു ദുരിതം അനുഭവിക്കുമ്പോ എത്ര ധീരതയുടെയും മറ്റേ മനുഷ്യർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറയും നിങ്ങൾ ഒരുപക്ഷെ എന്നെ പോലുള്ള പ്രവാചികളായി പ്രോഫറ്റസായി മാറുന്നത് ദൈവം തന്നെ ഞങ്ങളെങ്ങനെ വേർതിരിച്ച് വീട്ടുകാരെ പോലും മാറ്റി നിർത്തിയിട്ടില്ല. ആ ബന്ധനം പോലും അടിച്ചു മാറ്റിയിട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കാനായിരിക്കാം. അപ്പൊ എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യട്ടെ, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അവർക്ക് കെട്ടുപാടുകളുണ്ട്, ഉള്ളിലെങ്കിലും അവർ അടിമകളാകാതിരിക്കട്ടെ. നമ്മള് ഭീകരത ഇപ്പൊ ആദ്യം ഈ മതഭീകരത ഒരു സ്ഥലത്ത് നിന്ന് അറിഞ്ഞിരുന്നു. നമ്മള് ഓൾ മുസ്ലിംസ് ആർ നോട്ട് ടെററിസ്റ്റ് ബട്ട് ഓൾ ടെററിസ്റ്റ് ആർ മുസ്ലിംസ് എന്നൊക്കെ പറഞ്ഞൊരു കാലം. പക്ഷെ ഇപ്പൊ അങ്ങനെ പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാൻ പറ്റുമോ? എല്ലാ ടെററിസ്റ്റുകളും മുസ്ലിമുകളാണ്, എന്നാൽ എല്ലാ മുസ്ലിങ്ങളും ടെററിസ്റ്റ് അല്ല എന്നൊക്കെ പറയുന്ന വാക്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ കടന്ന് മുന്നോട്ട് വന്നു. ഇപ്പൊ നമുക്കിങ്ങനെ ടെററിസ്റ്റായി മുസ്ലിമാണെന്നൊക്കെ തോന്നിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. എല്ലാവരിലേക്കും ഇത് വഴി കയറിയിരിക്കുകയാണ്. ഈ സദാചാര പോലീസായിട്ട് ഞാൻ കുറെ പ്രവേശനം ചെയ്തു. ഈ ഇടക്കാലത്ത് നമ്മൾ കുറെ അനുഭവിച്ചല്ലോ. അവരെന്തിനാ ഈ സദാചാരം, അവരെന്താ അവരുടെ ദൗത്യം? സംസ്കാരം, ഭാരത സംസ്കാരം. ഇതാരെ ഈ സംസ്കാരം കണ്ടുപിടിച്ചോ?